പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നോയമ്പുകാല ചിന്തകളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ. അത് നേരത്തെ അതിൻ്റെ ഒരു ആമുഖമായിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും അത് നമ്മൾ ഓരോന്നും വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ നമ്മൾ നോയമ്പുകാലം എങ്ങനെ ഓരോരുത്തരും ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോയമ്പ് ഈ ഒരു വർഷം തീർന്നു പോയാൽ പിന്നെ അടുത്ത വർഷം ഈ സമയം വരെ ഉള്ളൂ. ആ സമയം വരെ നമ്മുടെ ജീവിതം ഉണ്ടാകുമോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. നാളെ വരെ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ആ സമയത്തിന് നമ്മൾക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന അവസരം നമ്മൾ തക്കത്തിൽ വിനിയോഗിക്കണം. ആ അവസരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. ഇന്ന് വരെ നമ്മൾ ദുർവ്യയം ചെയ്ത നമ്മുടെ സമയം എന്തുമാത്രം നഷ്ടങ്ങളായിരിക്കും വരുത്തി വയ്ക്കുന്നത്. 10, 80, 90, 100 അല്ലെങ്കിൽ ഉള്ള ആ വർഷക്കാലം ഉള്ള ജീവിതമാണ് നമ്മുടെ ഈ ലോക ജീവിതം. അത് കഴിഞ്ഞുള്ളത് അനശ്വരമായതാണ്. എത്ര ആണെന്ന് നമുക്കൊന്നും ചിന്തിക്കേണ്ട. കാരണം അത് ദൈവം ഉള്ളിടത്തോളം നമ്മളുമുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിൽ പോകുന്ന നമ്മൾക്ക് ഉണ്ട്. അതല്ല, ഇനി നരകത്തിലാണ്, സാത്താൻ്റെ പിടിയിലാണെങ്കിൽ തന്നെയും അതിനും അവസാനമില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തുമാത്രം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടുന്നത്. പക്ഷേ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. മിക്കവാറും എല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു 99.5% നമ്മൾ ഈ ലോക ജീവിതത്തെ കൂടുതൽ സുഖങ്ങളും സുഖഭോഗങ്ങൾക്കും എല്ലാം കൊണ്ട് നമ്മൾ സ്ഥാനമാന മഹിമകളെല്ലാം നിറച്ച് സ്വന്തമായിട്ടുള്ള മഹത്വവും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിരാജിക്കുന്നതിനാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ കുറച്ച് കാലങ്ങളെ ഉള്ളുവെങ്കിലും. പക്ഷേ ബാക്കിയുള്ളത് നമ്മൾ എപ്പോഴും മറന്നു പോകുന്നത്, അല്ലെങ്കിൽ മറന്നു പോകുന്നതല്ല, നമ്മൾ വിചാരിക്കുന്നത് ഒരു നിസ്സംഗത മനോഭാവത്തോടെയാണ്. കാരണം നമ്മൾ വിചാരിക്കും, ഇനിയുള്ളത് ആര് കാണാൻ പോകുന്നവിടെ പോയാൽ മരണം കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ആര് കാണാൻ പോകുന്നതൊക്കെ ഉള്ളതാണ്. അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും, അപ്പോഴേ നമ്മളെ അങ്ങ് നടത്തിക്കൊള്ളും എന്നുള്ളൊരു വിചാരത്തിലാണ്. ഒരു കൂട്ടർക്കാണെങ്കിൽ അങ്ങനെയല്ല. എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോട്ടെ, പിന്നെ നമ്മളറിയണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒന്നും ഇതിൻ്റെ ഒരു കാര്യങ്ങളുടെ ഉള്ളിലോട്ട് കടക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിന് മടിക്കുന്നു. അങ്ങനെ കടന്നാൽ പിന്നെ ജീവിതം അവർക്ക് ദുസ്സഹമായി തോന്നും. കാരണം ഈ ലോക സുഖങ്ങൾ ആസ്വദിക്കാതെ ഉള്ള ഒരു ജീവിതമല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ന് എല്ലാവരും, ക്രൈസ്തവരായാലും മറ്റുള്ളവരായാലും ഒക്കെ ജീവിക്കുന്നത്. ഏത് മതത്തിലുള്ളവരൊക്കെ ആയാലും ഉണ്ട്, എല്ലാവരുടെ ഇടയിലുണ്ട് ഇത്. അപ്പം ക്രൈസ്തവരിലാണെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലാത്തതാണെന്ന് നമ്മൾ പറയുമെങ്കിലും അവർക്കും അത് കൂടുതലും ഇന്നത്തെ കാലത്ത് ഈ ലോക സുഖങ്ങളിൽ നമ്മുടെ ശരീരത്തിന് സുഖിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആനന്ദിക്കാൻ പറ്റുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ള ഒരു ചിന്തയും നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോയമ്പ് പ്രധാനമായിട്ട് എങ്ങനെയുള്ളത് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൽ പാപരഹിതമായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും പറയും, ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ പറയും. പാപരഹിതമായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടുമായിരിക്കാൻ പാപരഹിതമായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാപം എന്താണെന്നറിയണം, പാപബോധം ഉണ്ടാകണം. ഇന്നത്തെ തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ കാലത്ത് വലിയ പ്രായമായവരായാലും ചെറുപ്പക്കാരായാലും വരുന്ന കുഞ്ഞുങ്ങളായാലും ആർക്കായാലും പാപബോധം എന്നുള്ളത് ഇല്ല. പാപബോധം ഇല്ല. തീർത്തും നഷ്ടപ്പെട്ട ഒരു
കാലഘട്ടമാണിത്. ഇതാണ് ഏറ്റവും വലിയ തിന്മ എന്നാണ് ഞാൻ കരുതുന്നത്. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കത് കൂടുതൽ ശരിയാണെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ അല്ലെന്നും പറയുന്നവരും കാണും. കാരണം നമ്മൾ എല്ലാവരും കൺവെൻഷനുകൾ എല്ലാം ധാരാളം സംബന്ധിക്കുന്നുണ്ട്. കൺവെൻഷനുകളിൽ ധാരാളമായിട്ട് ഭക്ത അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വെറും അഭ്യാസമായിട്ട് മാറിപ്പോകുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ നമ്മളതിലെല്ലാം ഉൾപ്പെടുന്നു. പിന്നെ ഇത് ധ്യാന കേന്ദ്രങ്ങളാണ് ധാരാളമുണ്ട്, അതിലെല്ലാം നമ്മൾ പോയി ഇടപെടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് പാപബോധമില്ലാത്തത്? ഇവിടെ എല്ലാം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ എല്ലാം ശരിയായി. അപ്പോൾ എന്താണ് പാപമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ശരിയാണ്, അത് തീർത്തും അങ്ങനെ തന്നെയാണ്. ഇനി ദൈവകൽപ്പനകൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ദൈവകൽപ്പനകളുടെ അടിസ്ഥാനമാക്കി തിരുസഭ നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളുമുണ്ട്. അപ്പോൾ അതും കൂടെ പാലിക്കണം. അപ്പോൾ അതും കൂടെ, ഇത് രണ്ടും ശരിയാണ്, ഇത് രണ്ടും തെറ്റിക്കുന്നത് പാപമാണ്. പ്രിയപ്പെട്ടവർ, എങ്ങനെയാണ് ഈ പാപം നമ്മളിൽ ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? മനസ്സാണ്. മനസ്സ്, അതാണ് ശരീരത്തെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. അപ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ വിജയിച്ചു എന്നാണ് വിശുദ്ധർ, പണ്ഡിതരെല്ലാം പറയുന്നത്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെയുള്ളവൻ ജീവിതത്തിൽ വിജയിച്ച് അവന് ദൈവത്തോടു കൂടിയായിരിക്കാൻ അവന് സാധിക്കും. പക്ഷേ അത് പാപം ചെയ്യുന്നത് അപ്പോൾ എന്താണ്? മനസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണല്ലോ വിജയിക്കുന്നത്. അപ്പോൾ അവനിൽ പാപം കാണത്തില്ല, അതിനുള്ള വഴി കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ മനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനസ്സിനെന്തുവാ? പാപം ചെയ്യലാണോ ജോലി? നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടിയ എല്ലാ സന്തോഷവും ഉള്ള അങ്ങനെയുള്ള അനുഭൂതികളും എല്ലാം തന്നെ നമുക്ക് സുഖങ്ങളും എല്ലാം അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിൽ കൂടിയാണല്ലോ. അതെല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ഈ ശരീരത്തെയൊക്കെ പ്രവർത്തന നിരതമാക്കുന്നത് മനസ്സാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എങ്കിലല്ലേ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഉത്തരം കിട്ടാൻ പറ്റത്തുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് ഉണ്ട്. അത് ദൈവം മനുഷ്യൻ നേരിട്ട് അങ്ങ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതിനെ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. മനുഷ്യനിൽ ആത്മാവുണ്ട്, മറ്റ് ജീവികളെ പോലെ അല്ല. ആത്മാവ് എന്ന ഒരു ഘടകം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നിത്യതയാണുള്ളത്. ഇത് മനസ്സുൾക്കൊള്ളുന്ന ശരീരത്തിനാകട്ടെ നശ്വരതയാണുള്ളത്, നിത്യതയല്ല, താൽക്കാലികമായ ആയുസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നത് 40, 50, 60 അല്ലെങ്കിൽ 100 വയസ്സ് അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രമായിരിക്കും അതിന്. അപ്പോൾ മനസ്സിൻ്റെ കാര്യവും തീർന്നു. പിന്നെ ഉള്ളത് ആത്മാവുണ്ട്. ആത്മാവ് എവിടെയാണ് പോകുന്നത്? അത് നമ്മളുടെ പാപ അവസ്ഥകളെ മാനിച്ച് ഇരിക്കും. അത് എങ്ങനെയാണോ, എത്രത്തോളമാണോ അതനുസരിച്ച് നമ്മൾക്ക് ദൈവത്തിൻ്റെ കയ്യിലാണോ, പിശാചിൻ്റെ കയ്യിലാണോ, അല്ല മറ്റുള്ളത് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടിയാണോ, അതിന് ശുദ്ധീകരണ സ്ഥലമെന്ന് പറയും. എവിടെയാണെന്ന് നമ്മൾക്ക് അങ്ങനെയാണെങ്കിലേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? അതെങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് ദൈവം തൻ്റെ ജീവശ്വാസം ഊതി അവനിൽ അതിനെ പ്രവർത്തന നിരതമാക്കി സൃഷ്ടിച്ച ആ പ്രതിമയെ, അവനിൽ ദൈവത്തിൻ്റെ ആ നിശ്വസനം ആത്മാവായിട്ട് അവനിൽ കുടികൊള്ളുന്നു. അവനത് മരിച്ചാലും ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നശിക്കുമോ? നശിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് നാശമില്ലല്ലോ. അപ്പോൾ അതെപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആത്മാവിനെ നമ്മൾ
വിളിക്കാം ഈശ്വര ചൈതന്യം. മനുഷ്യനിലുള്ള ഈശ്വര ചൈതന്യമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ അങ്ങ് ചിന്തിക്കാം, ധരിക്കാം. ഈ ചൈതന്യം, അപ്പോൾ ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ആത്മാവ് ദുർബലമാകുമ്പോൾ മനസ്സ് ദുർബലമാകും. നമുക്കറിയാം, നമ്മൾ ആത്മാവ് നമ്മളിൽ ഉണ്ടാകുന്നതിന് അതിനുള്ള ഒരു മാധ്യമമാണ് നമ്മുടെ ശരീരം. അല്ല, ആത്മാവ് മാത്രമായിട്ടുണ്ടാവുമോ? ഇല്ല. ശരീരം മാത്രമായിട്ടുമില്ല, മനുഷ്യജീവനിൽ ഉണ്ടാകുകയില്ല. ആത്മാവുണ്ട്. ദൈവം വിശ്വസിച്ച ആ ദൈവാത്മാവ് എല്ലാ മനുഷ്യരിലും, അത് ഏതെങ്കിലും മതത്തിൽ മാത്രമല്ല, ക്രിസ്തീയ മതത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യജീവികളിലും ഉണ്ട് ആത്മാവ്. അപ്പോൾ അതിനെ നമ്മൾ ഈശ്വര ചൈതന്യം എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ആത്മാവ് ദുർബലമായാൽ ഈശ്വര ചൈതന്യം അതിനകത്ത് തേജസ് കുറയും, ഇല്ലാതാകും. അപ്പോൾ എന്ത് ചെയ്യും? അത് മനസ്സിനെ ബാധിക്കും, മനസ്സ് ദുർബലമാകും. അപ്പോൾ ഈ മനസ്സാണ് ആത്മാവ് തരുന്ന ഈ ചൈതന്യം, ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മനസ്സാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാ ഇന്ദ്രിയങ്ങളെയും. അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ വഴിവിട്ടുള്ള പ്രവർത്തനമാണ്, ഒരു ഡിസോർഡറാണ് പാപാവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുന്നത്, മനസ്സിനെ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മനസ്സിനെ ദുർബലമാകാതെ ഇരിക്കണമെങ്കിൽ ആത്മാവിനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടുന്നത്? നമ്മളുടെ ബോധതലങ്ങളെയും ബുദ്ധിയെയൊക്കെ നമ്മൾ ഈ ഈശ്വര ചൈതന്യമാകുന്ന ആത്മാവിലോട്ട് നമ്മൾ ബന്ധിപ്പിക്കണം. അപ്പോൾ മനസ്സ് ശരിയാകും. അപ്പോൾ മനസ്സ് ദുർബലമാകരുത്. അപ്പോൾ മനസ്സ് ദുർബലമാകുമ്പോൾ നമുക്ക് നിയന്ത്രണം മാറിപ്പോകും. പിന്നെ പാപാവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഈ അവസ്ഥകളിൽ അപ്പോൾ എന്തുകൊണ്ട് പാപാവസ്ഥയിൽ പോകുന്നു? മനസ്സിനെയും ബുദ്ധിയെയൊക്കെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ബോധതലങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ മനസ്സാണ്, ആത്മാവാണ്. രണ്ടും കൂടെ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ബന്ധമുണ്ട്, ദൃഢതരമായ ബന്ധമുണ്ട്. അതിന് വലിയൊരു ബന്ധമുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ ബുദ്ധിയും ബോധതലങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നതിന് നമ്മൾ ആത്മാവിന് മാത്രമേ കഴിയൂ. ആത്മാവിനെ ശക്തിപ്പെടുത്തണം. അതാണ് അതിനുള്ള പോംവഴി. അപ്പോൾ അത് എങ്ങനെ സാധിക്കും? അതിനാണ് നമ്മുടെ വിശുദ്ധ നോയമ്പുള്ളത്. കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മൾക്കത് കാണിച്ചു തന്നു. പഴയ നിയമത്തിലൊക്കെ ഉണ്ടല്ലോ, മോശ മുതൽ ഇങ്ങോട്ടൊക്കെ ഒരുപാട് ധാരാളമുണ്ട്. അങ്ങനെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ഇപ്പോൾ എല്ലാം കൂടെ വിശദീകരിക്കാനും ഒന്നും നമുക്ക് ഉള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനത് ഓടിച്ച് പറഞ്ഞ് പെട്ടെന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോയിൻ്റ് മാത്രം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതേ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു കാര്യം വിവരിക്കാൻ വേണ്ടി പല എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നോയമ്പിലൂടെ, വിശുദ്ധ നോയമ്പ് നമ്മളിപ്പോൾ ആചരിക്കുന്നു. 50 നോയമ്പ് എന്ന് പറയും. 40 + 10. അപ്പോൾ ഇത് അങ്ങനെ 50 നോയമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഈ ആത്മാവിനെ ഈശ്വര ചൈതന്യം കൊണ്ടങ്ങ് നിറയ്ക്കുക. അങ്ങനെ ഈശ്വര ചൈതന്യം കൊണ്ട് നമ്മളിലുള്ള ദൈവാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ഓരോ കോശങ്ങളിലും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും ഈ ഈശ്വര ചൈതന്യം, ഈ ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ മനസ്സുകളിൽ എത്തിക്കും. അതുകൊണ്ട് നിറയും, നമ്മുടെ മനസ്സുകളും നിറയും. നമ്മുടെ മനസ്സ് നിറയും, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും നിറയണം. എങ്കിൽ മാത്രമേ ആത്മാവിനെ ശക്തിപ്പെടുത്താനും നോയമ്പ് അനുഷ്ഠിച്ചതുകൊണ്ട് പ്രയോജനവും അത് ഉപകാരപ്രദവും ആകുകയുള്ളൂ. അപ്പോൾ കൂടെ നമ്മൾക്ക് പല നോയമ്പുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം കൂടെ നമ്മൾ അതിനെ ഒരു മെയിൻ്റനൻസ് നടത്തുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ, അതിൻ്റെ ഘടനയൊക്കെ നമ്മളൊരു മെയിൻ്റനൻസ് നടത്തി എല്ലാം ശരിയാക്കി എടുക്കുക. അതിനെ ഒരു നല്ലൊരു സെറ്റപ്പിലാക്കി, കണ്ടീഷനിലാക്കി എടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ
നോയമ്പുകൾ അതിന് സഹായിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ എന്തുവാണെന്ന് അറിയണം. അപ്പോൾ ഇതിന് തടസ്സം നിൽക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു നമ്മളുള്ള പാപബോധം ഇല്ലായ്മയാണ് എല്ലാ മനുഷ്യരിലും. അപ്പോൾ അതിനെ അതിന് ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വചനത്തിലൂന്നിയ ധ്യാനത്തിലൂടെ വിശുദ്ധ നോമ്പിൽ നമ്മൾക്കത് ശക്തിപ്പെടുത്താൻ കഴിയണം. ദൈവവചനത്തിലൂന്നിയ ധ്യാനം അത് എല്ലാവർക്കും അപ്പം ധ്യാന കേന്ദ്രങ്ങളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പണം ചിലവാക്കി പോകാൻ കഴിയാത്തവരുണ്ട്, കിടപ്പിലായിട്ടുള്ളവരുണ്ട്, അവർക്കൊന്നും പോകാൻ കഴിയത്തില്ല. കാര്യം ശരിയാണ്, അങ്ങനെയാണ്. അത് ധ്യാന കേന്ദ്രത്തിൽ പോയാൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ധ്യാനിക്കാൻ കഴിയും. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് നമുക്ക് ഈ ധ്യാനം നടത്താൻ പറ്റും. നമുക്ക് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം തുറന്ന് നമ്മളൊരധ്യായം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ധ്യാനിക്കാനുള്ള വകകളാണ് ഉള്ളത്. ഒരധ്യായത്തിലെടുത്താൽ എനിക്ക് ധ്യാനിക്കാനാണെങ്കിൽ സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ധ്യാനിക്കാനുള്ള വകയുണ്ട്. അല്ലെങ്കിൽ ശരിയായിട്ട് ധ്യാനിക്കുന്നവർക്കാണെങ്കിൽ ഒരു ധാരാളം ദിവസങ്ങൾ ധ്യാനിക്കാനുണ്ട് ഓരോ അധ്യായങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ധ്യാനത്തിലൂടെ വിശുദ്ധ വചനം ഗ്രഹിച്ച് ധ്യാനത്തിലൂടെ നമുക്ക് ഇതിനെ ശക്തിപ്പെടുത്താൻ പറ്റും, വിശുദ്ധീകരിക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെയും നമ്മുടെ അതുവഴി ആത്മാവിനെയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ ലോകമോഹങ്ങളിലൊക്കെ പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് ആ ലോകമോഹങ്ങളിലൊക്കെ പെട്ട് ഈ ലോകത്ത് തന്നെയാണ് അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റും. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥ നമ്മളിൽ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കും. പ്രലോഭനങ്ങൾ എല്ലാം അതിന് എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 40 ദിവസം തൻ്റെ മരുഭൂമിയിലെ നോയമ്പിൽ അവിടുന്ന് കാണിച്ചു തന്നു. എങ്ങനെയാണ് ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതെന്ന്, സാത്താനെ അതിജീവിച്ചത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ദൈവവുമായിട്ടുള്ള ദൃഢതരമായ ബന്ധം. അപ്പോൾ ആ ദൃഢതരമായ ബന്ധം അതാണ്. 40 ദിവസം മറ്റൊന്നിനുമായിട്ട് ബന്ധമില്ലായിരുന്നു. നമ്മൾ നോയമ്പ് നോക്കുമ്പോഴും അതുപോലെയാണ്. നമ്മുടെ ആത്മാവിനെ ദൈവമായിട്ട് വേണം ബന്ധിപ്പിക്കാൻ. നമ്മുടെ മനസ്സിനെ അങ്ങനെ വേണം. മറ്റുള്ളതിലോട്ടും നമ്മൾ അധികം ബന്ധത്തിന് പോകരുത്. നമ്മുടെ ശരീരം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ബന്ധം മതി അങ്ങനെയുള്ളത് എന്ന് നമ്മൾ കരുതണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതം. അപ്പോൾ പറയും ജോലിക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, അത് നടക്കും. അതിൻ്റെ കൂടെ തന്നെ ഇത് ഇങ്ങനെയായിരിക്കണം പ്രധാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നോയമ്പ് കാലത്ത് അതിൽ നമ്മളുടെ ആ ജീവിതക്രമം, ആ നോയമ്പ് കാല ഒരു വിശുദ്ധീകരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധീകരണ യാത്രയാണിത്. ഈ 40-50 ദിവസം ഈ വിശുദ്ധീകരണ യാത്രയിൽ നമ്മൾക്ക് ദൈവവചനം അതിനെ വിളക്കും വെളിച്ചവുമായിട്ട് നമ്മളുടെ ഈ വഴികളിൽ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകണം എങ്കിൽ അതിന് നമ്മളാണ് തീർച്ചപ്പെടുത്തേണ്ടുന്നത്. അങ്ങനെ ഉണ്ടാകണം. തന്നെത്താൻ ഇനി വന്ന് കയറുകയല്ല. നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ ആത്മാവ് വഴി നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരണം. അങ്ങനെ ദൈവവചനമാകുന്ന ആ വിളക്കും വെളിച്ചവും നമ്മൾ നടന്നു പോകുമ്പോൾ അതിൽ പാറകളും കുഴികളും ചെളിയും കുണ്ടും കുഴിയും എല്ലാം കാണും. അപ്പോൾ അങ്ങനെയുള്ള ഈ യാത്രയിൽ അങ്ങനെ വഴുകി പോകാതെ, വഴുക്കൽ പാറകളിലൊക്കെ ചവിട്ടുമ്പോൾ നമ്മുടെ ചുവടുകൾ വഴുതി പോകാതെ ഉറച്ചതാകാൻ അതിൻ്റെ കൂടെ ദൈവവചനം നമ്മളെ പ്രേരിപ്പിക്കുക. എന്തുവാണ്? ഉപവാസവും പ്രാർത്ഥനയും. അപ്പോൾ ഇതെല്ലാം നമ്മളെ പ്രാപ്തരാക്കുകയാണ്. അപ്പോൾ നമ്മൾ തെന്നി വീഴുകയില്ല. നമ്മൾക്ക് ഇതൊന്നും പ്രശ്നങ്ങളായിട്ട് വരികയില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ നമ്മൾ തെന്നി വീഴും, അതായത് പാപത്തിലേക്ക് വീഴും. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങോട്ട് പലതിലോട്ട് അവസ്ഥകളിലോട്ട്, ആ രംഗങ്ങളിലോട്ടൊക്കെ മാറും. നമ്മൾ അതിനെ ശരീരം ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിൽ നമ്മൾ വശംബദ്ധരായി പോകും. അപ്പോൾ നമ്മുടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നുണ്ട്. ഇച്ഛിക്കാത്ത നന്മ, ഞാൻ വിചാരിക്കാതെ തന്നെ തിന്മകൾ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നുണ്ട്. ഓരോ വിശ്വാസികളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ പാപം ചെയ്യണമെന്ന് നമ്മൾ
ആരും ചിന്തിക്കുന്നില്ല, നമ്മളാരും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇച്ഛിക്കാത്ത ചെയ്തു പോകുന്നു. ഇച്ഛിക്കുന്ന നന്മ ചെയ്യണം, നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഇച്ഛിക്കുന്ന നന്മ നമ്മൾക്ക് ചെയ്യാനും കഴിയുന്നില്ല. കാരണം അതിന് നമ്മളെ സഹായിക്കേണ്ടുന്നത് ഈ ദൈവവചനത്തിൽ ഊന്നിയ ആ ധ്യാനവും ഇത് ധ്യാനമാണ്. അങ്ങനെ നോമ്പ് ആചരിക്കുമ്പോഴാണ് അത് സാധിക്കുന്നത്. നോയമ്പിൽ കൂടി ദൈവമായിട്ടുള്ള ദൃഢമധുരമായ ബന്ധത്തിൽ കൂടിയാണ് നമ്മൾ ഇച്ഛിക്കുന്ന നന്മ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ ഇനി പാപാവസ്ഥ എന്താണെന്നും കൂടെ നമ്മൾ അറിയണം. നമ്മൾ നമുക്ക് ഞാനൊന്ന് ചിന്തിക്കാം. നമ്മൾ പാപാവസ്ഥയിൽ നമ്മൾ പറഞ്ഞു നിയമലംഘനമാണ് പറഞ്ഞു. ഇപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ, തിരുസഭയുടെ കൽപ്പനകൾ, സമൂഹത്തിൻ്റെ ഒരു ധാർമ്മികമായ കൽപ്പനകൾ, ആചാരങ്ങൾ, ധാർമ്മികതയിലൂന്നിയത്, ഇതെല്ലാം നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ വരുമ്പോൾ ആണ് അത് പാപാവസ്ഥയിലാകുന്നത്. അതിനെയാണ് പാപം, തെറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഒരു കാര്യമുണ്ട്. നമ്മൾ വിശുദ്ധ അത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വിശുദ്ധ യാക്കോബിൻ്റെ അധ്യായങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ നമ്മൾ ധാരാളം പറയുന്നുണ്ട്. പക്ഷപാതത്തെപ്പറ്റി, ഒരു പാപത്തെപ്പറ്റി ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏതെങ്കിലും ഒരു ഭാഗത്തിനെ ശരിയാക്കി അതുമാത്രം ശരിയാണ് എന്ന് പറയുക. പക്ഷപാതം എന്ന് അത് ശരിയാണ്, അങ്ങനെ അങ്ങ് നമ്മൾ ചിന്തിച്ച് അതിനുവേണ്ടി വശംബദ്ധരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പക്ഷപാതം. ഏതെങ്കിലും ഒരു കൂട്ടർ ചെയ്യുന്നത് ശരിയാണ്, മറ്റുള്ളവർ തെറ്റാണ്. ചിലപ്പോൾ തെറ്റായിരിക്കും നമ്മൾ ശരിയെന്ന് പറയുന്നത്, ശരിയായിരിക്കും നമ്മൾ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നത് അപ്പോൾ കാരണം എന്താ? നമ്മുടെ മനസ്സ് മറ്റവരെ നമ്മൾക്ക് ഇഷ്ടമല്ലായ്മ കാണുന്നു. അപ്പോൾ അതിന് കർത്താവ് ഇപ്പം ഞാൻ നിയമങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നിയമലംഘനം, അപ്പോൾ നമ്മൾ ക്രിസ്തീയ സഭയിൽ അതിൻ്റെ വിശുദ്ധ ബൈബിളിൻ്റെ അതിൻ്റെ അടിസ്ഥാന തത്വം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു എങ്ങനെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നുണ്ട്. അതിനെ ദൈവശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ദി ഗോൾഡൻ റൂൾ, സുവർണ നിയമം. ബൈബിളിലെ സുവർണ നിയമമാണത്. എന്താണ്? നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരോട് അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. ഇതിലാണ് നിയമവും പ്രവാചകന്മാരും മുഴുവനും അടങ്ങിയിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചതുപോലെ ആ നിയമവും പ്രവാചകന്മാരും ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. നമ്മളോട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളാരെങ്കിലും നമ്മളോട് ദോഷമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമോ? ആരെങ്കിലും നമ്മളെ പള്ളു പറയണമെന്ന് വിചാരിക്കുക, നമ്മളൊക്കെ ദോഷമായിട്ട് നമ്മളെ അപഖ്യാതി പറഞ്ഞ് പരത്തണമെന്ന് വിചാരിക്കുക, നമ്മളെ വേദനിപ്പിക്കണമെന്ന് വിചാരിക്കുക, ഉപദ്രവം ചെയ്യണം, ദ്രോഹിക്കണമെന്ന് നമ്മൾ വിചാരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ മറ്റുള്ളവരോടായിരിക്കണം. അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ എടുക്കാം. പക്ഷപാതം ഞാനിപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു വശം പിടിച്ച് ശരിയും തെറ്റും പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വശം അവർ ശരിയാണ് എന്ന് പറയും. വിശുദ്ധ യാക്കോബ് ലേഖനത്തിൽ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സംഘത്തിലേക്ക്, ചിലപ്പോൾ സംഘം എന്ന് പറയുമ്പോൾ പ്രാർത്ഥന സ്ഥലമാണ് കേട്ടോ, നമ്മുടെ പ്രാർത്ഥനാ യോഗം അല്ലെങ്കിൽ നമ്മുടെ ദൈവാലയം, പള്ളികൾ, ഇടവക, അവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ മറ്റ് 2 തരത്തിൽ മനുഷ്യരെ സ്വീകരിക്കുന്നു. അതായത് ദരിദ്രരെയും എളിയവരെയും, സമൂഹത്തിൽ എളിയവരെന്ന് നിങ്ങൾ ധരിക്കുന്നവരെയും വിധവകളെയും അങ്ങനെ പാപങ്ങളെയെല്ലാം നിങ്ങൾ ഏറ്റവും താഴെക്കിടയിലാക്കി മാറ്റി അവിടെ ഇരിക്കുക, അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നു. മറ്റു മോടിയായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ധനികനെ കണ്ടാൽ അവൻ അവിടെ കടന്നു വന്നാൽ അവനോട് നല്ല ഒരു ഇരിപ്പിടം കൊടുത്ത് അവനെ ഒരു ശരിയായി ഇല്ലാതെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത് ഇരുത്താൻ നോക്കും. ഇതാണ് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അത്.
ഒരു പക്ഷപാതം എന്ന് പറയുന്നത് ഏതാ? ഇവരെല്ലാവരും ദൈവത്തെ ആരാധിക്കാനാണ് രണ്ട് കൂട്ടരും വന്നത്. രണ്ട് കൂട്ടരും ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഒരു ആലയമാണത്, ഒരേ ആലയം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെ പക്ഷേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്ന പക്ഷപാതം കാണിക്കുന്നു. ദൈവം ഏറ്റവും കൂടുതൽ ഈശ്വരൻ അല്ലെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ഒന്നുമില്ലാത്തവരെ, നമ്മൾ ഈ താഴെ മാറ്റി നിർത്തിയവരെയാണ്, ഒതുക്കി മാറ്റിയ ആളിനെയാണ് ഏറ്റവും കൂടുതൽ, ആ തരത്തിൽപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ അല്ല. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കാതെ ഒതുക്കി മാറ്റി നിർത്തുമ്പോൾ, മറ്റുള്ളവരെ അധികം സ്നേഹിക്കുമ്പോൾ, അത് പണത്തിൻ്റെ പുറത്ത്, സ്ഥാനമാനങ്ങളുടെ പുറത്ത്, മഹത്വത്തിൻ്റെ ലൗകിക മഹത്വത്തിൻ്റെ പുറത്ത് സ്നേഹിക്കുമ്പോൾ ദൈവം വെറുക്കുന്നത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ദൈവം വെറുക്കുന്നത് നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ്? നമ്മളെ ആരാ നയിക്കുന്നത്? സാത്താനാണ്. ആ ദൈവമല്ല നയിക്കുന്നത്. അപ്പോൾ ദൈവാത്മാവ് അവിടെ നിർവീര്യമാക്കപ്പെടുകയാണ്, നമ്മളുടെ മനസ്സിൻ്റെ ആ സ്ഥിതി മാറ്റാത്തതുകൊണ്ട്, മനസ്സ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പക്ഷപാതത്തിൽ നമ്മൾ അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പക്ഷപാതം അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളാരും ചിന്തിക്കത്തില്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിസ്സംഗതയോടെ എല്ലാത്തിനെയും കാണുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു നിസ്സംഗതയോടെയാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നത്. കാരണം എന്നിൽ ഇതൊന്നുമില്ല, എനിക്ക് ഇതൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ടായാലും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു കാര്യം. തെറ്റുകൾ കണ്ടാലും എനിക്കതിനകത്ത് ഇടപെടുന്ന കാര്യം എനിക്കെന്തുവാ, എൻ്റെ കാര്യമല്ലല്ലോ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ, അത് അവർ ചെയ്യുകയോ തിരുത്തുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. നിസ്സംഗത, പ്രിയപ്പെട്ടവരെ, നിസ്സംഗത എന്ന് പറയുന്നത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹങ്ങളിൽ ഒന്നാണ്. ദൈവം നിസ്സംഗതയായിട്ട് ഇരിക്കാനായിട്ട് ആരോടും, ഒരു സ്ത്രീയോടും ഒരു പുരുഷനോടും ആരോടും പറയുന്നില്ല. അവൻ നീതിയായിട്ട് ന്യായമായിട്ടും പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം, അവൻ ശബ്ദിക്കേണ്ടുന്നിടത്ത് ശബ്ദിക്കണം, അതാണ് വേണ്ടിയത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതൊരു പാപമാണ്. നിസ്സംഗത വലിയൊരു പാപമാണ്. നമ്മളെല്ലാവരും വിചാരിക്കുമോ അതിന് എന്തുവാ, ഒരു തെറ്റൊന്നുമില്ല, കാര്യം ശരിയാണ്. അവൻ്റെ ആ രീതിയിൽ, ആ വ്യക്തിയുടെ രീതിയിൽ തെറ്റുമില്ല, ശരിയുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണ് നിസ്സംഗത എന്ന് പറയുന്നത്. അത് അവർക്കത് തെറ്റല്ല. പക്ഷേ സമൂഹത്തിൽ അത് വലിയ തെറ്റുണ്ടായി, ഇത് അറിഞ്ഞിട്ട് അവൻ ചെയ്യാതിരിക്കുമ്പോൾ അത് അതിലും വലിയ ഒരു തെറ്റായിട്ട് വീണ്ടും വരികയാണ്. അപ്പോൾ അത് ദൈവത്തിന്, അങ്ങനെയുള്ള കാര്യം ദൈവത്തിന് വെറുപ്പാണ്. കാരണം സാത്താൻ്റെ കയ്യിൽ പോവുകയാണ്. ഇനി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേരിൽ അധികാരം പ്രയോഗിക്കുക എന്നുള്ളത്, നമ്മൾ അധികാരം പ്രയോഗിക്കുമ്പോൾ അത് കാണിക്കുന്നു, അധികാരം നമ്മളെ മത്ത് പിടിപ്പിക്കുന്ന നമ്മുടെ മനുഷ്യ മനസ്സിനെ മത്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. കാരണം തെറ്റിലോട്ട് തന്നെ പിടിച്ചു നിർത്താനാണ്. ഈശ്വര ചൈതന്യം നമ്മൾ ഒട്ടും ഇല്ലാതാക്കാനുള്ളതാണ്, ഉള്ളതും കൂടെ ഒഴുകി പോകാനുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ അധികാരം പ്രയോഗിക്കുക മറ്റുള്ളവരുടെ മേൽ. അവിടെ കർത്താവായ യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? ആരുടെ മേൽ അധികാരം പ്രയോഗിക്കാനല്ല, നിങ്ങൾ അവരുടെ ദാസനായിരിക്കണം. ആകാൻ ആഗ്രഹിക്കുന്നവൻ അവരുടെ ദാസരായിരിക്കണം, അവർക്ക് സേവനം ചെയ്യുന്നവരായിരിക്കണം. സേവനമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിന്ന് സേവനമെന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലത്തോടു കൂടിയാണ്, പ്രതിഫലം കിട്ടുന്നതാണ്, അല്ലേ? എന്നാ കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെ അല്ലല്ലോ. പ്രതിഫലം ആഗ്രഹിക്കാൻ പാടില്ല, നിഷ്കാമ കർമ്മം അത് ചെയ്യണം, അത് പ്രവൃത്തിയിലേ ചെയ്യണം, നമ്മുടെ വർത്തമാനത്തിൽ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മുടെ ഭാവങ്ങളും ആ രീതിയിലായിരിക്കണം, സേവനം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഭാവത്തിൽ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷവും കാര്യങ്ങളും ഉണ്ടാകും, വേദനിക്കുന്നവർക്ക്. അപ്പോഴത് നമ്മളെ ഭാവത്തിൽ നമ്മൾ അത് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉള്ള അധികാരം പ്രയോഗിക്കുന്നത് രാഷ്ട്രീയക്കാരും പിന്നെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും എങ്ങനെയാണ് അധികാരം? അവർക്ക് സ്വന്തം ആവശ്യത്തിന്, സ്വന്തം നിലനിൽപ്പിന് സ്വന്തം അധികാരം മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കുന്നതിനാണ്. മതാധികാരികളിലുമുണ്ട്, ഈ ആത്മീയ തലത്തിലുമുണ്ട്. ഇത് മറ്റുള്ള എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ആത്മീയ തലത്തിൽ ഞാൻ പറയുമ്പോൾ നമ്മൾ എല്ലാ സുവിശേഷകരിലുമുണ്ട്, എല്ലാ ഭക്ത പ്രവർത്തകരിലുണ്ട്, ഭക്തജനങ്ങളിലുണ്ട്, എല്ലാ ദൈവഭക്തരിലും എല്ലാത്തിലും തന്നെ ഇത് തന്നെ കാണാൻ പറ്റിയത്. കാരണം എല്ലാവരും പിടികൂടുന്നതാണ് പക്ഷപാതവും പിന്നെ ഈ
പ്രമത്തതയും എല്ലാം. അപ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞ സേവനം ചെയ്യണമെന്നാണ്, സേവകരാണ് എന്നുള്ളതാണ്. അത് നമ്മളങ്ങ് മറക്കുന്നു. അത് നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. മനസ്സിലാകണം, യേശു ജീവിച്ചിരുന്നപ്പോൾ ആ മതാധികാരികൾ എന്ന് പറയുന്നവരും പിന്നെ അന്ന് സമൂഹത്തിൻ്റെ അധികാരികൾ ഫരിസേയരും നിയമജ്ഞരും പ്രമാണിമാരും ധനികരായ പ്രമാണിമാരും എല്ലാവരും തന്നെ കർത്താവിൻ്റെ പേരിൽ ഇതൊക്കെ പ്രയോഗിച്ചു. അപ്പോഴും കർത്താവ് എന്ത് ചെയ്തു? ഇതെല്ലാം അനുഭവിച്ച ആളാണ്. അപ്പോൾ നമ്മൾ ഈ നോയമ്പ് കാലത്ത് ഇതൊക്കെ ഒന്ന് ധ്യാനിക്കണം. കർത്താവ് നമുക്ക് ബലം തരും അതിനു വേണ്ടി. അപ്പോൾ ഇനിയും നമ്മൾ അരമണിക്കൂറായി, നമ്മുടെ സമയം ഏതായാലും അങ്ങ് നീണ്ടുപോയി. അടുത്ത ഒരു എപ്പിസോഡിൽ ബാക്കി നമ്മുടെ പാപഹേതുക്കൾ എന്തൊക്കെയാണ്, പാപം ഏതൊക്കെ അവസ്ഥയാണെന്ന് ഒന്നും കൂടെ പറഞ്ഞ് വ്യക്തമാക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എൻ്റെ ഈ ചാനൽ, ഈ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ എൻ്റെ വീഡിയോകളെല്ലാം കിട്ടും. 148 വീഡിയോകൾ, ഇതിനകം കുറേ ഷോർട്സും ഉണ്ട്, ഇത് കൂടാതെ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും പറഞ്ഞു ഒന്ന് അവരെ പ്രേരിപ്പിക്കണം ഇത് കാണുന്നതിനും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ പിന്നെ അല്ലാതെ കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണം. അത് നല്ലൊരു നോയമ്പ് കാലത്ത് ഒരു സേവനം തന്നെയാണ് അതങ്ങനെ ചെയ്യുന്നത്. അവരും അറിവ് കൂടുതലായിട്ട് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളിലും ഇത് മുഴുവനായിട്ട് കേൾക്കാനായിട്ട് നിങ്ങളുടെ സമയം വിനിയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നോയമ്പ് കാലം നല്ലൊരു നോയമ്പ് കാല ജീവിതം നമ്മൾക്ക് പശ്ചാത്താപത്തിലും വിശുദ്ധിയിലും എല്ലാം ഊന്നിയ ഒരു ജീവിതം നമ്മളിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപസംഹരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.